ഞാനിപ്പോൾ ടോമിച്ചേട്ടൻ്റെ പാടത്താണ് കേട്ടോ, വെണ്ടയ്ക്ക പാടം. ഇവിടെ കഴിഞ്ഞ വർഷം ടോമിച്ചേട്ടൻ ഈ പാടം ഫുള്ളായിട്ട് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ പയർ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ പാടത്ത് ഇതെല്ലാം വെട്ടി നിരത്തി ആൾ വീണ്ടും വെണ്ടയ്ക്ക ഉള്ള കൃഷി തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക കൃഷി ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ടോമിച്ചേട്ടാ, കഴിഞ്ഞ തവണ ചേട്ടൻ ഒരു 3 മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ മുഴുവനും വെണ്ട നട്ടു. തൊട്ടപ്പുറത്തെ പാടത്തും ചേട്ടൻ വെണ്ട നട്ടു. അപ്പുറത്തെ പാടത്ത് ആ തോട്ടിൽ നിന്നുള്ള വെള്ളം കയറി ആ വെണ്ട, പിന്നെ കുമ്പളങ്ങ, അങ്ങനെ വെള്ളരിക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ ചേട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ വിഷമമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച ഒരു കൃഷിക്കാരനാണല്ലോ, നമുക്ക് വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് ചേട്ടൻ വീണ്ടും മറ്റൊരു പാടത്ത് ചേട്ടൻ്റെ അവിടെ ഈ തവണ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ചേട്ടൻ വെണ്ടക്ക നട്ടായിരുന്നു, പയർ നട്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ വെണ്ട നട്ടപ്പോൾ കണ്ടമാനം ഉണ്ടായിരുന്നു. അത് ലാഭകരമാണോ ഈ കൃഷി? ചേട്ടന് വലിയ നഷ്ടം സംഭവിച്ചു? അതിന് കാരണം അറിയാം, മറ്റുള്ള ആൾക്കാർക്കും ചേട്ടൻ ചെയ്യണ കണ്ട് വെണ്ടയ്ക്ക കൃഷി തുടങ്ങണം, അവർ ഭംഗിയായിട്ട് ചേട്ടൻ ചെയ്യണ പോലെ ചെയ്യണം. അതുകൊണ്ട് ചോദിക്കുന്നത് കേട്ടോ, എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മളെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു. അത് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു. 1 വർഷം മുന്നാണ് ഇവിടെ വെണ്ട തട്ടിയിരുന്നത്. അപ്പോൾ ആ വെണ്ട കഴിഞ്ഞാൽ പിന്നെ പയറായിരുന്നു. പയറിൻ്റെ ഇടയിൽ കൂർക്കിയുണ്ടായി, അതിൻ്റെ ഇടയിൽ കൊള്ളിയുണ്ടായി. അപ്പം ഇപ്പോൾ വീണ്ടും ആ പയറിനെ മിഷ്യനടിച്ച് പുല്ലിനെ, എനിക്ക് വേറെ മരുന്നടിക്കാൻ അറിയാണ്ടല്ല, മരുന്നടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വൃത്തിയാവും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അപ്പോൾ അത് മരുന്നടിച്ചിട്ട് പിന്നെ അതിൽ കുത്തി കഴിഞ്ഞാൽ അത് മണ്ണിന് ദോഷം ചെയ്യും. അതിൻ്റെ പേരിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതുകൊണ്ടാണ് മരുന്നടിക്കാണ്ട് മിഷ്യൻ അടിച്ചണം. മിഷ്യൻ കയ്യിലുള്ളത് കൊണ്ട് മിഷ്യൻ അടിച്ചേക്കണം. മിഷ്യൻ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ചെത്തി മടക്കണത്. നിങ്ങളിത് കാണണം. ഈ കോച്ച, അതായത് ഭയങ്കര ഭാരമാണിത്. ഭയങ്കര ഭാരം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത്ര കഷ്ടപ്പാടാണ്. മിഷ്യൻ അടിച്ചാലും ഇത്രയ്ക്ക് ബാക്കി കുറ്റി നിൽക്കുള്ളൂ. അതാണ് ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ വെട്ടി ലെവലാക്കി വാരം മാടി വെച്ചാണ്. ഓണം വരികയാണ്. അപ്പോൾ ഓണത്തിന് മുന്നായിട്ട് ഇവിടെ വെണ്ട കുത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ കണ്ടം മൊത്തം, ഈ കണ്ടല്ല അതിൻ്റെ പൊക്കത്തും മിഷ്യൻ അടിക്കുന്നതനുസരിച്ച് ഇത്ര സ്ഥലം മിഷ്യൻ അടിച്ചാണെന്നാണ്. അപ്പം മിഷ്യൻ അടിച്ച് കഴിഞ്ഞ സ്ഥലത്ത് ഇത് ചെത്തി മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടു പൊളിച്ച്, ഈ വാരത്തിൻ്റെ നടു പൊളിക്കും. ഈ വാരത്തിൻ്റെ നടു പൊളിച്ച് ഇതിൽ വളം ഇട്ടതിന് ശേഷം കുരു കുത്തും. അപ്പോൾ കുരു കുത്താനുള്ള തിരക്കിലാണ്. അപ്പോൾ ഓണം വരികയാണ്. ഈ തവണത്തെ മാവേലിയെ വരവേൽക്കണം. മാവേലി നാട് കാണാൻ വരുമ്പോൾ, പ്രജകളെ കാണാൻ വരുമ്പോൾ, പ്രജകളെ കാണുന്നതിനോടൊപ്പം പച്ചക്കറി ഉണ്ടാവണം. അല്ലാതെ മാവേലി വന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, പ്രജകളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമൃദ്ധിയായിട്ട് ഓണം ഉണ്ണണമെങ്കിൽ വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണിയെടുക്കണം. പണിയെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സുഹൃത്തുക്കൾ. പണിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വയറ് നിറയുള്ളൂ. വയറിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത്. അപ്പം പണിയെടുക്കുന്ന മണ്ണിനോട് കൂറുണ്ടായിരിക്കണം. മണ്ണ് നമ്മളെ കനിയണം. ആ മണ്ണിനെ നമ്മൾ സ്നേഹിക്കണം. മണ്ണുണ്ടെങ്കിലേ മനുഷ്യരുള്ളൂ. ഒരു 10 മാസം എത്തിയ ഒരു കുട്ടിയെ മാതാപിതാക്കൾ എങ്ങനെ താലോലിക്കുന്നുവോ അതുപോലെയായിരിക്കണം നമുക്ക് കൃഷിയോട് കൂറ്.